എല്ലാവർക്കും നമസ്കാരം. വാടാമലരുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജ. ഇന്ന് എൻ്റെ കൂടെ ഉള്ള മിനിയില്ല. ഇന്നിപ്പോൾ ഞാൻ പ്രത്യേക കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പൊൻകതിർ എന്ന് പറയുന്ന കേരളത്തിനും പുറത്തൊക്കെ വളരെയധികം ഫേമസ് ആയ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഉൽപ്പന്നം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എപ്പോഴും ഞാൻ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് വാങ്ങിക്കാറ്. എൻ്റെ ആരാധകരാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പുട്ടുപൊടി. അപ്പോൾ പുട്ടുപൊടി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു ഉൽപ്പന്നം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോഴും അത് മേടിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ നൂലപ്പത്തിൻ്റെ പൊടി വാങ്ങിച്ചു. നൂലപ്പത്തിൻ്റെ പൊടി വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഹാർഡായിട്ട് തോന്നി. അപ്പോൾ സാധാരണ നമ്മളൊരു ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യുക? നമ്മൾ ഉടനെ തന്നെ എൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക അല്ലേ? ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം, ഓക്കെ എന്നൊക്കെ പറയും. ഇവർ അതുപോലെ എന്താണ് മാഡം കംപ്ലയിൻ്റ് എന്നൊക്കെ ചോദിച്ചു. കംപ്ലയിൻറ്റ് പറഞ്ഞു. പക്ഷേ വെറുതെ ചോദിച്ചതാണെന്ന് നമ്മൾ വിചാരിച്ചത്. അവർ നമ്മളെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ളൊരു റെസ്പോണ്ടാണ് തന്നത്. സാധാരണ ഒരു കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരത് സൊല്യൂഷൻ പറഞ്ഞെന്ന് നിർത്തും. പക്ഷെ ഇവരങ്ങനെയല്ല ചെയ്തത്. മറിച്ച് വീണ്ടും ഒരു 3-4 വട്ടം, എനിക്ക് അതിശയം തോന്നി ശരിക്കും. 3-4 വട്ടം അവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നു. മാഡം എന്താണ് പ്രശ്നം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അങ്ങനെ ഒന്ന് ഹാർഡായി പോയി. ഞാൻ പൊൻകതിർ പുട്ടുപൊടി വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ എനിക്കത് ഞങ്ങളെല്ലാവരും ഭയങ്കര എന്താ പറയുക, ടേസ്റ്റോട് കൂടി കഴിക്കുന്നൊരു പുട്ട് അതാണ്. ഇത് മാത്രം ഞാൻ ആദ്യമായിട്ട് മേടിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മേടിച്ച കവറിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്ത് അയച്ചു തരൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ആളുകൾ അവിടെ നിങ്ങളുടെ അടുത്ത് എത്തുമെന്ന്. അതൊക്കെ വെറുതെ പറയാമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഒരിക്കലുമല്ല കേട്ടോ. അവർ ആ കസ്റ്റമർ കയറുന്ന 2 സഹോദരന്മാർ, ദിനലെന്നും സുബിൻ എന്നാണ് പേരെന്ന് ഞാൻ ഓർക്കുന്നു. അവർ നമ്മുടെ വീട്ടിലേക്ക് ഇതിന് വേണ്ടിയിട്ട് വന്നു. ഈ ഒരു പാക്കറ്റ് പുട്ടുപൊടിയുടെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയാൻ വയ്യ എനിക്ക്. അതിൻ്റെ ഒരു കാര്യം അറിഞ്ഞിട്ട് അവർ നമ്മുടെ വീട്ടിൽ വരികയും എന്താണ് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓഫീസിലേക്ക് വിളിച്ചപ്പോഴും ഇത്രയും നല്ലൊരു പ്രതികരണം, വളരെയധികം നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ളൊരു പ്രതികരണമായിരുന്നു. കസ്റ്റമേഴ്സിനോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അവർ നമുക്ക് കാണിച്ചു. പൊൻകതിറിൻ്റെ ഉൽപ്പന്നം പുട്ടുപൊടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരോടും പറയാറുണ്ട്, നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മാഡം വേറെ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊരു കാരണം 2 രീതിയിലും ഇടിയപ്പം ഉണ്ടാക്കുന്നതുണ്ട്. ഒന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ടും ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ടുമാണ്. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്ന വിധം എന്താണെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും അത് ലെവലാവാതിരുന്ന എന്താണോ കാര്യം എന്നറിയില്ല. ഞങ്ങളതിൻ്റെ ഡെമോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഡെമോ കാണിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. അവർ 2 പേരും വന്നു. വളരെ സിൻസിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഇത്തരം നല്ല ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരുന്ന സമയത്ത് കസ്റ്റമർ കെയർക്ക് വിളിക്കുമ്പോൾ അവർ നോക്കാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒഴിവാകും. പക്ഷേ പൊൻകതിർ അങ്ങനെയല്ല എന്ന് ഞങ്ങൾക്ക് തെളിയും. തീർച്ചയായിട്ടും അവർ വേറെയും കുറേ ഉൽപ്പന്നങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇത് ഉപ്മാ മിക്സ് ആണ് കേട്ടോ. വെറുതെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഉപ്മാവ് റെഡി. 5 മിനിറ്റ് കൊണ്ട് ഉപ്മാവ് റെഡി. ഉള്ളിയും ഇതൊന്നും അരിയേണ്ട, എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പൊൻകതിറിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും. ഇരുന്നാലും അപ്പം, അതുപോലെ തന്നെ റവ, അതുപോലെ തന്നെ പായസത്തിൻ്റെ മിക്സ്, സേമിയ ഉണ്ട്, അത് പാലടയുണ്ട്, അതുപോലെ സാമ്പാർ പൗഡർ, അതുപോലെ ചിക്കൻ മസാല, പൊൻകതിറിൻ്റെ പല ടൈപ്പുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ഞാൻ ശരിക്കും പുട്ടിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. മീൻസ് പുട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ മാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തന്നിട്ട് പോയത്. അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് 1-2 ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. വെരി സാറ്റിസ്ഫൈഡ്. ടേസ്റ്റിയാണ്. പിന്നെ തന്നെയല്ല, എനിക്ക് എടുത്തു പറയാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പ്രോഡക്ട്സിൻ്റെ ആളുകളായാലും അവർ കസ്റ്റമേഴ്സിനോട് കാണിക്കുന്ന സിൻസിയറിറ്റിയാണ് ആ പ്രോഡക്ട്സിൻ്റെ സക്സസ്. അത് പൊൻകതിർ ഞങ്ങൾക്ക് തെളിയിച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സ് എന്ന നിലയിൽ ഈ ഒരു ബ്രാൻഡിനോട് ഞങ്ങൾ തീർത്തും കടപ്പെട്ടിരിക്കുന്നു. ഈ ബ്രാൻഡിന് കസ്റ്റമേഴ്സിനോടുള്ള ഒരു ബിഹേവിയർ, അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നം നമ്മൾ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആവശ്യക്കാരേറെ ഉണ്ടാവും. പൊൻകതിറിന് ഞങ്ങളുടെ വാടാമലരുകളുടെ എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും നിങ്ങളുടെ ഉൽപ്പന്നം തന്നെ ഞങ്ങൾ ഉപയോഗിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ഭാഗങ്ങളും താങ്ക് യു. യുവർ ഫീഡ്ബാക്ക് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നന്ദി, സ്നേഹം. തൽക്കാലത്തേക്ക് വിടാം.